വലൈക്കും വറഹമത്തുള്ള. ഞാനിന്ന് മറ്റൊരു ആപ്പ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവും ഏതെങ്കിലും സ്ഥാപനത്തിൻ്റെ കീഴിലോ അല്ലെങ്കിൽ സംഘടനയ്ക്ക് കീഴിലൊക്കെ ആയിട്ട് സ്വലാത്ത് സമർപ്പണ മജ്ലിസുകളൊക്കെ. അപ്പോൾ അതിലേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ രൂപത്തിലുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. നമുക്കറിയാം, നമ്മുടെ റഹീമിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് റൈസിങ്, അതുപോലെ തഹിയ ഫണ്ട് റൈസിങ്, അല്ലെങ്കിൽ SYSൻ്റെ ഫണ്ട് റൈസിങ്, അങ്ങനത്തെ അതിനൊക്കെ യൂസ് ചെയ്തിരുന്ന ഒരു സെയിം മെത്തേഡിലാണ് നമ്മളെ ഈ ആപ്പ് വർക്ക് ചെയ്യുക. അതായത് ഇതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. നമ്മളിതിൽ കയറി കഴിഞ്ഞാൽ പബ്ലിക്കിന് ഇത് വേണമെങ്കിൽ ഇംഗ്ലീഷ് മലയാളം ആക്കാൻ, അതേപോലെ തീം ലൈറ്റ് ഡാർക്ക് ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ താഴെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഗാലറി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മുടെ പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഒരു ഫോൾഡർ ഫിക്സഡ് ആയിട്ടുണ്ടാവും. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, പ്രോഗ്രാമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതിങ്ങനെ വലിയ സൈസിലായിട്ട് കാണാനൊക്കെ യൂസേഴ്സിന് പറ്റും. പിന്നെ ഇതിൽ വരുന്നത് നമ്മൾ മൊബൈൽ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, പേരടിക്കുക, പിന്നെ പ്ലേസ് എന്തെങ്കിലും ഒന്ന് കൊടുക്കുക, പിന്നെ സ്വലാത്തിൻ്റെ കൗണ്ട് എത്രയാണോ, അപ്പോൾ സ്വലാത്താണ് നമ്മളെ ഇതിൽ വരുന്നത്. ഇപ്പോൾ വേറെ ഏതെങ്കിലും ആണെങ്കിൽ ആ രൂപത്തിൽ ചെയ്യാം. പിന്നെ ചിലർക്ക് വേണമെങ്കിൽ അവരെ പേരും കാര്യങ്ങളൊക്കെ മറച്ച് വെക്കണം എന്നുണ്ടെങ്കിൽ ഹൈഡ് മൈ ഐഡൻറ്റിറ്റി എന്നുള്ള ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്മിറ്റ് അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്വലാത്ത് ഇതിൽ അപ്ലോഡ് ആയി കഴിഞ്ഞു. ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുന്ന എല്ലാ ഡിവൈസിലും ഈ ഒരു കൗണ്ട് വരും. അതേപോലെ കുറച്ച് താഴെ വന്നാൽ ടുഡേ, ഇന്ന് ചെല്ലിയയിൽ ടോപ്പായിട്ടുള്ള ആളാരാണ്, അതുപോലെ ഈ മാസത്തിൽ ടോപ്പ് ആരാണ്, ടോട്ടലി ഓൾ ടൈം ആരാണ് ഏറ്റവും ടോപ്പായിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാം. അതുപോലെ കുറച്ച് താഴെ വന്നാൽ ഇവിടെ അതിൻ്റെ ടോട്ടൽ ഹിസ്റ്ററി കാണാൻ കഴിയും ഓരോരുത്തരും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ ഇൻ്റർഫേസ് ആയിട്ട് വരുന്നത്. പിന്നെ അഡ്മിനിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞാൽ നമുക്കിവിടെ ടോട്ടൽ ഓവർവ്യൂ കാണാം, ടോട്ടൽ കൗണ്ട് എത്ര ഉള്ളത്, എത്ര എൻട്രീസ് ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങൾ. അതുപോലെ ഇതിൻ്റെ CSV നമുക്ക് ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ എൻട്രീസിലേക്ക് വന്നാൽ എല്ലാ എൻട്രീസും നമുക്കിവിടെ കാണാം. പിന്നെ ഇവിടെ അനോണിമസ് എന്നുള്ളൊരു, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഐഡൻറ്റിറ്റി ഐഡ് ചെയ്തിട്ട് ആരെങ്കിലും അപ്ലോഡ് ചെയ്താൽ അവരുടെ ഡീറ്റെയിൽസ് ആരാണ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കത് ഇവിടെ കാണാൻ കഴിയും. അത് അഡ്മിന് മാത്രമേ കാണാൻ കഴിയുള്ളൂ. ഇതിപ്പോൾ ഞാൻ ലോഗിൻ ചെയ്തുകൊണ്ടാണ് ഡയറക്റ്റ് അതിലേക്ക് പോയത്. അല്ലാതെ തന്നെ ഇവിടെ യൂസർ നെയിം പാസ്വേഡൊക്കെ എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതായത് ചുരുക്കി പറഞ്ഞാൽ എല്ലാവർക്കും ഇതിലേക്ക് കയറാൻ കഴിയില്ല. അതിൻ്റെ അഡ്മിൻസിന് സെറ്റ് ചെയ്ത പാസ്വേഡ് യൂസ് ചെയ്തിട്ട് മാത്രമേ ഇതിലേക്ക് കയറാൻ കഴിയുള്ളൂ. ഞാനിപ്പോൾ നേരത്തെ ഇതിൽ ലോഗിൻ ചെയ്തുകൊണ്ടാണ് എനിക്കിങ്ങനെ വരുന്നത്. പിന്നെ അടുത്ത ഓപ്ഷൻ പിന്നെ ഗാലറിയാണ്. ഇതിൽ ഗാലറിയിൽ നമുക്ക് ഇഷ്ടമുള്ള 10 ഫോട്ടോസ് വരെ നമുക്കിതിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഇത് ഡെമോക്ക് വേണ്ടിയിട്ട് കുറച്ച് ഫോട്ടോസ് വെച്ചതാണ്. അപ്പോൾ അവിടെ നമ്മൾ ആഡ് ചെയ്യുന്ന ഫോട്ടോസാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പോസ്റ്റേഴ്സോ കാര്യങ്ങളോ അറിയിപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങനെ കൊടുക്കാം. പിന്നെ വന്നാൽ നമുക്ക് അടുത്തൊരു പേജ് സെറ്റിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. അതിൽ ഫസ്റ്റ് ബ്രാൻഡിങ് ആണ്. അതിൽ പ്രോഗ്രാമിൻ്റെ പേര് മലയാളത്തിൽ എങ്ങനെ വെച്ചാൽ നമുക്ക് ചെയ്യാം. പിന്നെ ഒരു ലോഗോ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതേപോലെ അപ്ലോഡ് ബാനറാണ് ഞാൻ ഇവിടെ കാണിച്ചിരുന്നത്. ഇതാണ് ആ ബാനർ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമുക്കിവിടെ വന്നാൽ നമുക്ക് ആപ്പിൻ്റെ കളർ ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഏതാ കളർ വേണ്ടതെന്ന് കൊടുത്തിട്ട് നമ്മൾ സേവ് പേജ് സെറ്റിംഗ് അടിച്ചാൽ എല്ലാ ഡിവൈസിലും പിന്നെ നമ്മളെ ഇതിൻ്റെ ഒരു തീം ഈ ഒരു റെഡ് കളറിലേക്ക് വരും. ഇവിടെ അവൈലബിൾ ആയ കളർ അല്ലെങ്കിൽ നമുക്ക് ഏതാ ഇഷ്ടപ്പെട്ട കളർ എന്ത് ചെയ്യാം, ചൂസ് ചെയ്തിട്ട് കൊടുക്കാൻ കഴിയും. അങ്ങനെ ഇഷ്ടമുള്ള കളറിലേക്ക് മാറ്റാം. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളതാണ്. നമ്മളെ സ്ഥാപനത്തിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കുക, ടാഗ് ലൈൻ, അഡ്രസ്സ്, മൊബൈൽ നമ്പർ. പിന്നെ അടുത്ത വരുന്നത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ പ്രോഗ്രാമായിട്ട്, അതായത് പേജ് സെറ്റിങ്സിൽ വന്നാൽ മൂന്നാമത്തേത് ഇവൻ്റ് ആൻഡ് മെസ്സേജ്. ഇതിൽ നമ്മുടെ ഇവൻ്റ് നടക്കുന്ന ഡേറ്റ് എന്നാണ് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതേപോലെ ടൈമും കാര്യങ്ങളും കൊടുക്കുക. പിന്നെ ഹീറോ മെസ്സേജ് ഏറ്റവും ടോപ്പ് വരുന്ന ആൾക്കാർ അവിടെ ആ ഭാഗത്ത് വരേണ്ട ടെക്സ്റ്റ് എന്താ വെച്ചാൽ നമുക്ക് കൊടുക്കാം. അനൗൺസ്മെൻറ്റ് ബാനർ ഉണ്ട്. അത് നമ്മളിവിടെ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, എന്നിട്ട് സേവ് അടിച്ച് കഴിഞ്ഞാൽ എല്ലാ ഡിവൈസിലും ഇവിടെ ഇങ്ങനെ അനൗൺസ്മെൻറ്റ് വന്നുകൊണ്ടിരിക്കും. 1, 2, 3 കൊടുക്കുക. അതിങ്ങനെ ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ആവുന്ന രൂപത്തിൽ നമുക്ക് അനൗൺസ്മെൻറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഏറ്റവും താഴെ വരുന്ന ഒരു ഫൂട്ടർ മെസ്സേജ് ഉണ്ട്. അത് നമ്മളിതിൽ വന്നാൽ ഈ ഒരു ഫൂട്ടർ മെസ്സേജ്, ആ മെസ്സേജ് നമുക്കിവിടെ അഡ്മിനിൽ വന്നാൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാം.
പിന്നെ അതുപോലെ ഇനി വേറെ മെസ്സേജ് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ആഡ് മെസ്സേജ് എന്ന് കൊടുത്തിട്ട് നമുക്കിങ്ങനെ ഓരോ മെസ്സേജുകൾ എത്ര വെച്ചാൽ ആഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു രൂപത്തിൽ വർക്ക് ചെയ്യുന്ന ആപ്പാണ്. അപ്പോൾ എല്ലാ ഡിവൈസിലും ഇപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ചെല്ലിയത് ആരാണ് എന്നുള്ള കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം ഇതിൽ സിമ്പിളായിട്ട് കിട്ടുന്ന ഒരു രൂപമാണ്.